ഡിമെൻഷ്യ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി കോഗ്നിറ്റീവ് പവർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ. അതിൽ അൾഷൈമേഴ്സ് ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അൾഷൈമേഴ്സ് ഡിസീസ് ഡിമെൻഷ്യ ഒന്നല്ല. ഡിമെൻഷ്യ ഉണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങളൊന്ന് മാത്രമാണ് അൾഷൈമേഴ്സ് ഡിസീസ് എന്നുള്ളത്. ഇന്ന് ഡിമെൻഷ്യയെക്കുറിച്ചും ഡിമെൻഷ്യ വരുന്നത് തടയാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് ഡിമെൻഷ്യ ഉണ്ടാക്കുന്നത്? അതിലേറ്റവും കൂടുതൽ കാണുന്ന അൾഷൈമേഴ്സ് ഡിമെൻഷ്യ എന്തൊക്കെ ഉണ്ടാക്കുന്നത്? ടൈപ്പ് 2 പ്രമേഹം, ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ഒരവസ്ഥ, അമിത വണ്ണമുള്ളവർക്ക്, പിന്നെ എക്സസൈസ് ചെയ്യാത്തവർക്ക്, പുകവലിക്കുന്നവർക്ക് ഒക്കെയാണ് ഇത് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഓറൽ ബാക്ടീരിയയിലെ നല്ല ബാക്ടീരിയയുടെ അഭാവവും ഇതിന് കാരണമാവുന്നു എന്നുള്ളൊരു ചെറിയൊരു സൂചനയുണ്ട്. ഈ ഡിമെൻഷ്യയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഇത് വരുന്നത് പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. ഷോർട്ട് ടേം മെമ്മറി ലോസ്, ഓർമ്മക്കുറവ്, പെട്ടെന്ന് ഒരു കാര്യം നമ്മളിവിടെ വെച്ചത് പെട്ടെന്ന് മറന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മനോഭാവത്തിൽ മൂഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വിഷാദം, ഒരു കൺഫ്യൂഷൻ ആവുന്നൊരവസ്ഥ, ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ ട്രബിള് അനുഭവപ്പെടുന്നൊരു സാഹചര്യം. ഇത് സ്ത്രീകളിലാണ് ഈ ഡിമെൻഷ്യ പുരുഷന്മാരെക്കാളും കൂടുതലായി കാണുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായൊരു സത്യമാണ്. എന്തുകൊണ്ടാണ് ഡിമെൻഷ്യ വരുന്നത്? നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ, ന്യൂറോൺസ് നശിച്ചു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ തലച്ചോറ് ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങിപ്പോകുന്നു, ആ ന്യൂറൽ കണക്ഷൻസ് ഇല്ലാതാവുന്നു, അപ്പോൾ ഓർമ്മകളൊക്കെ അവിടെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെ നമുക്ക് ഡിമെൻഷ്യ വരുന്നത് തടയാം? തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്തായാലും നന്നായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ബ്രെയിനിന് പവർ നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. ഡാർക്ക് ചോക്ലേറ്റ്, ആരോഗ്യപരമായിട്ടുള്ള മത്സ്യങ്ങൾ, ബെറീസ്, ബ്രോക്കലി, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്സസൈസുകൾ, പസിൽ സോൾവ് ചെയ്യുക, ക്രോസ് വേർഡ്സ് ഫില്ല് ചെയ്യുക, ചെസ്സ് പോലത്തെ ഗെയിമുകൾ, ഇതൊക്കെ കളിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ബ്രെയിൻ പവർ എന്നും ആക്റ്റീവായി നിർത്തുക. ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ വായയുടെ ശുചിത്വം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് മനോഹരമായ ഓർമ്മകളുടെ വലിയൊരു കലവറയാണ് നമ്മുടെ മസ്തിഷ്കം. ഈ ഓർമ്മകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല അനുഭൂതികളും നമ്മൾ അപ്രത്യക്ഷമായി പോകും. അതുകൊണ്ട് ഈ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്.